നിസ്കരിക്കാറാണ് പതിവുള്ളത്. ഹാജിമാർ എറിയാനുള്ള കല്ലുകൾ 70 കല്ലുകൾ വീതം ഹാജിമാർ മുഴുവനും ഇറക്കുന്നത് ഇവിടെ നിന്നാണ്. 60-70 മില്യൺ ഹാജിമാർ ഇവിടെ നിന്നാണ് കല്ല് ശേഖരിച്ചുകൊണ്ട് ഈ എറിയാനുള്ള മില്യൺ കണക്കിന് കല്ലുകളാണ് ഇവിടെ നിന്ന് ശേഖരിക്കാറുള്ളത്. എന്നാലും അന്ന് കല്ലുകൾ ഇവിടെ ബാക്കിയായിരിക്കും. അത് വേറൊരു കറാമത്താണ്. എല്ലാവരും വെക്കാൻ റസൂലുള്ളാഹി തങ്ങൾ എറിയാനുള്ള കല്ല് ശേഖരിച്ചത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കല്ല് പെറുക്കലാണ് സുന്നത്ത്. ആ കല്ലുകൾ കൊണ്ടാണ് എറിയൽ സുന്നത്ത്. ഇനി ഒരാൾ എറിയാൻ കല്ല് എടുക്കാൻ മറന്നുപോയാൽ മിനയുടെ പരിസരത്തിൽ നിന്ന് എടുത്തെറിഞ്ഞാലും സഹിയാകും. പക്ഷേ സുന്നത്ത് ലഭിക്കുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ എടുത്തത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് കല്ല് പെറുക്കൽ തന്നെയാണ് സുന്നത്തുള്ളത്. അങ്ങനെ നമ്മൾ ഇൻഷാ അല്ലാഹ് മസ്ജിദുൽ ഹറാമിലൂടെ നമ്മുടെ യാത്ര തുടരുന്നു. നേരെ നമ്മൾ പോകുന്നത് ജബൽ നൂറിലേക്കാണ് പോകുന്നത്. ജബൽ നൂർ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് ആരംഭിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത പ്രത്യേകമായ സ്ഥലമാണ് ജബൽ നൂർ. അതിന്റെ ഏറ്റവും മുകളിലാണ് ഹിറാ ഗുഹയുള്ളത്. ആ ഹിറാ ഗുഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചുകൊണ്ടാണ് 40 ദിവസം ധ്യാനമിരുന്നതും അങ്ങനെ ഖുർആൻ ഇറങ്ങാൻ ആരംഭിച്ചതും അവിടെ വെച്ചുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ പരിസരത്തേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ആ പത്രിക കൊടുക്കാൻ മടി കാണിക്കരുത്. കാരണം സാധാരണ എല്ലാ സിയാറത്തിനും കൊടുക്കുന്നതാണ്. മാത്രമല്ല റമദാൻ അവസാനത്തെ 10 എല്ലാ ദിവസവും 200 യാതന